ഇംഗ്ലീഷിൽ പറയാറുള്ള ഒരു ചൊല്ലുണ്ട്, ബിൽഡിംഗ് കാസിൽസ് ഇൻ ദി എയർ. ആകാശക്കോട്ട കെട്ടുക എന്ന് പറയും. അതായത് അയാഥാർത്ഥ്യത്തിൽ ജീവിക്കുക. ഭക്തി സാധാരണ അധികം പേർക്കും യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ലോകമല്ല. ഭാവനയുടെ, വികാരങ്ങളുടെ, ആശയങ്ങളുടെ, അറിവിൻ്റെ, ആത്മാവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു വസ്തുതയായിട്ട് ഭക്തി തീരാറില്ല. ഭക്തിക്ക് മാനസിക, ബൗദ്ധിക, വൈകാരിക തലത്തിൽ നമ്മളുടെ ചിന്തയിൽ പടുത്തുയർത്തുന്ന ഭക്തിയുടെ ഒരു ലോകത്തിലാണ് അധികം പേരും ജീവിക്കുന്നത്. തൽഫലമായി ഭക്തിയുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തെ സ്പർശിച്ച് മുൻപോട്ട് ജീവിച്ചു പോകുവാനും ഭക്തിയിൽ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പ്രവേശിച്ച് വളരുവാനും സാധാരണ അധികം പേർക്കും കഴിയാറില്ല. ഇന്ന് ഈ ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ആ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ ധൂർത്തപുത്രൻ, മുടിയൻ പുത്രൻ എന്ന് നാം സാധാരണ പറയാറുള്ള ആ മകൻ്റെ മടങ്ങിവരുമായിട്ട് ബന്ധപ്പെട്ട് ഭക്തിയുടെ ജീവിതത്തിലെ ചില ആത്മീയ പ്രമാണങ്ങൾ നാം ഇന്ന് ചിന്തിക്കുകയാണ്. പൊതുവായി അനിവാര്യമായിരിക്കുന്ന ചില ഘടകങ്ങൾ, അതുമാത്രമല്ല നിർണായകമായിരിക്കുന്ന ഒരു ഘടകം, ദാറ്റ് വൈറ്റൽ സ്റ്റെപ്പ്, ആ നിർണായകമായിരിക്കുന്ന കാൽവയ്പ്, അതും നാം ഈ ബന്ധത്തിൽ ചിന്തിക്കുകയാണ്. നാം ധൂർത്തപുത്രനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന 3 ഉപമകളിൽ 2 ഉപമകൾ പെട്ടെന്ന് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം, ഒന്ന് താരതമ്യപ്പെടുത്താം. ഒരു ഉപമ പറഞ്ഞിരിക്കുന്ന ലോസ്റ്റ് ഷീപ്പ്, നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആട്, ദ ലോസ്റ്റ് സൺ, രണ്ടാമത്തേത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പുത്രൻ. ഈ 2 ഉപമകൾ തമ്മിൽ രണ്ടും നഷ്ടമാണ് സംഭവിച്ചെങ്കിലും ഒരു മൗലിക വ്യത്യാസം തമ്മിലുണ്ട്. ദ വേ ഇറ്റ് ഈസ് ലോസ്റ്റ്, എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം സംബന്ധിച്ച്. നഷ്ടപ്പെട്ടു പോയ ആടിനെ സമയത്തോളം നഷ്ടം സംഭവിച്ചത് മനഃപൂർവ്വമായിട്ട് സംഭവിച്ചൊരു കാര്യമല്ല. അറിയാതെ ക്രമേണ അല്പാൽപമായിട്ട് തെറ്റിപ്പോയതാണ്. തെറ്റ് തിരഞ്ഞെടുത്തതല്ല, തെറ്റിപ്പോയതാണ്. മുമ്പോട്ട് ഏതെങ്കിലും പച്ചില കണ്ടു കാണും, അതിന് പിന്നാലെ പോയി പുതിയ പുതിയ ആകർഷണങ്ങളുടെ പുറകെ പോയി. ഷീ ലോസ്റ്റ് ഹർ വേ, അവളുടെ മാർഗം അവൾക്ക് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ കൂട്ടം വിട്ട് എങ്ങനെയോ തെറ്റിപ്പോയി, കൂട്ടത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ വണ്ണം മാറിപ്പോയൊരവസ്ഥ. ഇനിയാ ഒരു കാര്യം വ്യക്തമാണ്, ഇറ്റ് ഈസ് നോട്ട് ഡെലിബറേറ്റ്, അൺഇൻറ്റൻഷണൽ, ബോധപൂർവമായി സംഭവിച്ചിരിക്കുന്നൊരു കാര്യമല്ല, യാദൃച്ഛികമായിരിക്കും സംഭവിച്ചൊരു കാര്യമാണ്. എന്നാൽ നഷ്ടപ്പെട്ടു പോയ പുത്രനെ സമയത്തോളം ദാറ്റ് വാസ് എ ചോയ്സ്, അവൻ്റെ ഭാഗത്തു നിന്നൊരു തിരഞ്ഞെടുപ്പായിരുന്നു. ലൈഫ് ഇൻ ദിസ് ഹോം ഈസ് റിയലി ബോറിങ്, നോ ജോയ്ഫുൾ. ഈ വീട്ടിലെ ജീവിതം വളരെ വിരസതയുള്ളതായി തീർന്നിരിക്കുന്നു. ഇവിടെ സന്തോഷമില്ല. ജോയ് ഈസ് ഔട്ട്സൈഡ് ദിസ് ഹൗസ്, ഈ വീടിൻ്റെ പുറത്താണ് സന്തോഷം. അവൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് ലോകത്തിൽ അവന് ലഭിക്കാവുന്ന സന്തോഷങ്ങളെക്കുറിച്ച്, കൂട്ടുകാരെക്കുറിച്ചൊക്കെ ആലോചിച്ച ശേഷം ഒരു ദിവസം ആ തീരുമാനത്തിലേക്ക് വന്നു, ഐ ആം ഗോയിങ് ടു ഗോ ഔട്ട്, ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ഈ 2 കാര്യത്തിൽ ഒരു വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, നഷ്ടപ്പെട്ടു പോയ ആടിനെ സമയത്തോളം ഇടയൻ പുറകെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ബോധപൂർവമല്ലാത്ത, മനഃപൂർവ്വമല്ലാതെ സംഭവിച്ച ആ കാര്യത്തിൽ ദൈവികമായിരിക്കുന്ന ഒരു പ്രത്യേക നിലയിലുള്ള ഒരു പരിപാലനം നാം ആ കാര്യത്തിൽ കാണുന്നുണ്ട്. ദ ഷെഫേർഡ് വെന്റ് ആഫ്റ്റർ, ഇടയൻ പുറകെ പോയി ആ ആടിനെ തേടിയെത്തുന്നതായിട്ട് നാം കാണും. എന്നാൽ നഷ്ടപ്പെട്ടു പോയ പുത്രനെ സമയത്തോളം സ്നേഹനിധിയായിരിക്കുന്ന പിതാവ്, തൻ്റെ ഹൃദയം മുഴുവൻ സ്നേഹമാണ്. പുത്രനെക്കുറിച്ചുള്ള ചിന്തകൾ, ദുഃഖം, സ്നേഹം, മുറിവുകൾ തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എങ്കിലും പിതാവ് പുത്രൻ്റെ പിന്നാലെ പോയതായിട്ട് നാം കാണുന്നില്ല. തൻ്റെ ചേവരെ അയച്ച് ട്രേസ് ഹിസ് ട്രാക്ക്, അവൻ ഇതുവഴിയാണ് പോകുന്നതെന്ന് കണ്ടെത്തുവാനായിട്ട് ശ്രമങ്ങൾ നടന്നില്ല. അവൻ പട്ടിണിയിലാണോ അങ്ങനെ ഒരു സന്ദർഭത്ത് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് ഫുഡ് പാക്കറ്റ്സും കൊടുത്തതായിട്ട് നാം കാണുന്നില്ല. പിതാവ് ചെയ്ത കാര്യം വെയിറ്റിംഗ് ഫോർ ഹിസ് റിട്ടേൺ, മകൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, അല്പം കഴിഞ്ഞപ്പോൾ സംഭവിക്കേണ്ടത് സംഭവിച്ചു. ടൈം ഈസ് എ ഗുഡ് റിവീലർ ഓഫ് അവർ പ്ലാൻസ് ആൻഡ് ചോയ്സസ്. നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെയും പദ്ധതികളുടെയും നന്നായിട്ട് തെളിയിക്കുന്ന ഒരു വലിയ ഘടകം കാലമാണ്. കാലങ്ങൾ കൊണ്ട് പല കാര്യങ്ങൾ തെളിയിക്കപ്പെടും. തൽക്കാലം ആളുകൾ വലിയ ഉത്സാഹത്തോടെ വലിയ വലിയ കാര്യങ്ങളും വിജയത്തെക്കുറിച്ചുള്ള ഭേരികളൊക്കെ മുഴക്കുകയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ, പ്രശംസകളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ടൈം പ്രൂവ്സ് യുവർ സ്റ്റെപ്സ്, ഇറ്റ്സ് കോൺസിക്വൻസ്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും കാലം തെളിയിക്കും. അങ്ങനെ സമയം വന്നു,
മകൻ മുട്ടിലായി എന്ന് നാം കാണും. അതെ, അവൻ അങ്ങനെ ഒരു നീഡിൽ, ആവശ്യത്തിൽ വന്നുവെങ്കിലും അങ്ങേറ്റവും ശ്രമിച്ചു ഒന്ന് പിടിച്ചു നിൽക്കുവാനായിട്ട്. ഇല്ല, സംഭവിച്ചില്ല. തിങ്സ് ബിക്കെയിം വെരി ഹാർഡ്. ഹി വാസ് ഹാർഡ് പ്രസ്ഡ്. വളരെയധികം സമ്മർദ്ദത്തിലായി, ജീവിതം വളരെ കഠിനമായി തീർന്നു. അങ്ങൊരു സന്ദർഭത്തിൽ വന്നാണ് ഈ നഷ്ടപ്പെട്ടു പോയ പുത്രൻ അല്പം മൗനമായി തീരുന്നത്. പലപ്പോഴും ജീവിതത്തിൽ മുട്ടിലേക്ക് വരുമ്പോഴും അത് കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് പോയി ജീവിതം കഠിനമായി തീരുമ്പോഴും പലപ്പോഴും അധികം ആളുകളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് കണ്ടുപിടിക്കാറില്ല, തെറ്റ് സ്വീകരിക്കാറില്ല, തെറ്റിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകുവാൻ ഒരിക്കലും ഹൃദയം തുറക്കാറില്ല. അപ്പോഴവർ പറയും, മൈ ഡിസിഷൻ വാസ് റൈറ്റ്, എൻ്റെ തീരുമാനം ശരിയായിരുന്നു. പിന്നെ സംഭവിച്ച കാര്യം ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിം ആൻഡ് ബിക്കോസ് ഓഫ് ദിസ്. ഈ കാര്യങ്ങൾ കൊണ്ടും ആ മനുഷ്യൻ കൊണ്ടും മാത്രം സംഭവിച്ച കാര്യങ്ങളാണ്. ദേ നെവർ ഓൺ റെസ്പോൺസിബിലിറ്റി ഫോർ ദർ ആക്ഷൻസ്. അവരുടെ പ്രവൃത്തികൾക്കൊരിക്കലും ഉത്തരവാദിത്തം എടുക്കാറില്ല. ഇതൊരു വലിയ അപകടം പിടിച്ച കാര്യമാണ്. എങ്കിലും നഷ്ടപ്പെട്ടു പോയ പുത്രനെ സമയത്തോളം ഒരു വലിയ ഗുണമുണ്ടായി. അവനെക്കുറിച്ച് നാം കാണുന്ന കാര്യം, അവന് സുബോധം വന്നു എന്നാണ്. അതവൻ മുട്ടിലായി തീർന്നു. മുട്ടിലായി തീർന്ന സമയത്ത് അവൻ മൗനമായി വിനയപ്പെട്ടു. വിനയപ്പെട്ട സമയത്താണ് അവന് സെൻസ് ഉണ്ടായത്, ബോധമുണ്ടായത്. ആ ബോധം അടുത്തപടിയായിട്ട് അവനിൽ യഥാർത്ഥമായിട്ടുള്ള കൺവിക്ഷൻ, ബോധ്യങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെ ജീവിതത്തിൽ നാം പോകുന്ന തെറ്റായ വഴിയുടെ പരിണതഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിശ്ചയമായും ആത്മീയമായിട്ട് നാം നഷ്ടത്തിലായിരിക്കും. വിൽ റൺ ഇൻ ടു സ്പിരിച്വൽ ട്രാജഡി. ആത്മീയമായിട്ട് ദുരന്തത്തിലേക്ക് നിശ്ചയമായിട്ട് നാം പോകും, നമ്മളുടെ സ്വന്തം വഴി തിരഞ്ഞെടുത്ത് നാം പോകുമ്പോൾ. എന്നാൽ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ജീവിതത്തിൽ ഉടനീളം അനിവാര്യമായിരിക്കുന്നൊരു കാര്യം ഹ്യൂമിലിറ്റി എന്നുള്ളതാണ്. ഒരു ദേവദാസൻ പറഞ്ഞിരിക്കുന്ന പോലെ, ഹ്യൂമിലിറ്റി ഈസ് എ ഗ്രേറ്റസ്റ്റ് വെർച്യൂ. ഏറ്റവും വലിയ സൽഗുണമെന്നുള്ളത് വിനയമാണ്, താഴ്മയാണ്. അതെ, താഴ്മ കൈവിട്ടു പോയി കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തന്നെ നാം പറയണം. വിനയമുണ്ടായപ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിലേക്ക് സുബോധം കൊണ്ടുവരുവാനായിട്ട് കഴിയും. ആ സുബോധത്തോട് ചേർന്നുള്ള കാര്യമാണ് കൺവിക്ഷൻ, പാപബോധം. പലപ്പോഴും നമ്മുടെ ദേഷ്യത്തിൽ, നമ്മുടെ കോപത്തിൽ, നമ്മുടെ ശാഠ്യത്തിൽ, നമ്മുടെ വാശിയിൽ, മറ്റു പലരുമായിട്ടുള്ള പ്രശ്നത്തിൽ വി ജസ്റ്റ് ഗോ. നാം അങ്ങ് മുമ്പോട്ട് പോവുകയാണ്, ഭ്രാന്തന്മാരെ പോലെ. നാം തന്നെ അറിയുന്നില്ല, പലപ്പോഴും വി ഗോ ഇൻ ടു മാഡ്നസ്. ഭ്രാന്ത് പോലെ നാം പെരുമാറാറുണ്ട്. അതേ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവികമായിരിക്കുന്ന സുബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നാം അറിയുന്നില്ല, ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രേ. ഹീസ് ആസ് വേഴ്സ് ആസ് ആൻ ആനിമൽ. മൃഗതുല്യമായിരിക്കുന്ന ഒരു മനസ്സിലേക്ക് അവൻ വരികയാണ്. പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിന് സുബോധം തന്ന് ബോധ്യങ്ങൾ നൽകി നമ്മളെ നേരെ മാർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് ഓർക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന മുട്ട് തന്നെ, വെൻ വി ആർ ഹാർഡ് പ്രസ്ഡ്, ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികളിൽ വന്ന് നാം ദുഃഖിക്കുകയും നാം ബുദ്ധിമുട്ടുകയും കഷ്ടങ്ങളിലാകുകയും ചെയ്യുന്ന സമയത്തൊക്കെയും ഒന്ന് വിനയപ്പെടാനായിട്ട് കഴിഞ്ഞെങ്കിൽ, ഇഫ് യു കുഡ് ബി ഹംബിൾ, ഒരു സമയം ദൈവസന്നിധി വിനയപ്പെട്ടൊന്ന് വിധേയപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വിശ്വസ്തനായിരിക്കുന്ന വഴികാട്ടിയായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ മനസ്സിൻ്റെ ഭ്രാന്തൊന്ന് മാറിയ ശേഷം നമ്മുടെ ഉള്ളിലേക്ക് ദൈവികമായിരിക്കുന്ന സെൻസ്, സുബോധം കൊണ്ടുവന്ന ശേഷം, യഥാർത്ഥ പാപബോധം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ശേഷം നമ്മുടെ ജീവിതത്തിന് വീണ്ടും ഒരു റിസ്റ്ററേഷൻ, യഥാസ്ഥാപനം നൽകുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്, ജീവിത സാഹചര്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നുണ്ട്, സംഭവിക്കുന്ന കാര്യങ്ങളുടെ മേൽ ദൈവികമായിരിക്കുന്ന ഒരു പരിപാലനമുണ്ട്. എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയൊന്ന് നേരെ കൊണ്ടുവരേണ്ടതിനായിട്ട്. അതുമാത്രമല്ല, പുറമേ മാത്രമല്ല, അകത്തും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ അകത്ത് നല്ല ചിന്ത തരേണ്ടതിന്, സുബോധം തരേണ്ടതിന്, ദൈവികമായിരിക്കുന്ന ബോധ്യങ്ങൾ നൽകേണ്ടതിന്. ഹോളി സ്പിരിറ്റ്, ബ്ലെസ്സഡ് ഗൈഡ് ഓഫ് ട്രൂത്ത്, സത്യത്തിൽ നടത്തുന്ന വിശ്വസ്തനായിരിക്കുന്ന വഴികാട്ടി. ഈ നിലയിൽ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ, പലപ്പോഴും പരിശുദ്ധാത്മാവ് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവിന് ദൈനംദിന ജീവിതമായിട്ട് ബന്ധമില്ലാത്ത ഒരു പരിശുദ്ധാത്മാവിനെ പൊതുവെ പ്രകീർത്തിക്കുന്ന, പ്രഖ്യാപിക്കുന്ന, പ്രസംഗിക്കുന്ന ഒരു കാലഘട്ട നടുവിൽ നാം ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഹോളി സ്പിരിറ്റ് ഈസ് ഗിവൺ ഫോർ യു ഫോർ ഡിവൈൻ സെൻസ്, കൺവിക്ഷൻ ആൻഡ് ലീഡിങ് ഇൻ ടു ട്രൂത്ത്. ദിവ്യമായിരിക്കുന്ന ബോധത്തിനും, ബോധ്യത്തിനും, പാപബോധത്തിനും, സത്യത്തിൽ നിങ്ങളെ നടത്തുവാനുമായിട്ടുള്ള ദൈവത്തിൻ്റെ വഴികാട്ടി, കൂട്ടാളിയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ മറികടന്നു പോകരുത്.
ഈ പുത്രന് ആ സുബോധം വന്നു. അതിനെ തുടർന്നുണ്ടായ കാര്യമാണ് കോൺടംപ്ലേഷൻ, നല്ല പരിഗണനകൾ. സുബോധത്തോട് ചേർന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ തുറക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ദൈവികമായിരിക്കുന്ന പരിഗണനകളുണ്ടാകും. അവേക്കൻ കൺസിഡറേഷൻ, ദൈവികമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിരിക്കുന്ന ബോധം. അവൻ ചിന്തിച്ചു തുടങ്ങി, എൻ്റെ അപ്പൻ്റെ ഭവനം എത്ര അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ്, അപ്പൻ്റെ സ്നേഹം, അവിടെ തൻ്റെ അപ്പൻ്റെ അടിമകൾ എത്ര സന്തുഷ്ടരായിട്ട്, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ജീവിക്കുന്നു. വൈ ഐ ആം ഹിയർ, ഞാൻ എന്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു? നോ, ദിസ് ഈസ് നോട്ട് മൈ പ്ലേസ്, ഇവിടെയല്ല ഞാൻ ആയിരിക്കേണ്ടത്. ഐ ആം ഗോയിങ് ടു റൈസ് അപ്പ് ആൻഡ് ഗോ ടു മൈ ഫാദർ. ഞാൻ എഴുന്നേറ്റ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. വണ്ടർഫുൾ. പരിശുദ്ധാത്മ നമ്മുടെ ജീവിതത്തിൽ നല്ല ബോധങ്ങൾ നൽകിയ ശേഷം, ശുദ്ധമായിരിക്കും ദിവ്യ പരിഗണന നൽകിയ ശേഷം, ഹി ക്യാൻ ടെൽ യു വാട്ട് യു ഷുഡ് ബി ഡൂയിങ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള പരിശുദ്ധാത്മാവിന് പറഞ്ഞു തരുവാനായിട്ട് കഴിയും. പക്ഷെ ശ്രദ്ധിക്കുക, അങ്ങനെ പറഞ്ഞു തരുമ്പോൾ എല്ലാം കഴിഞ്ഞില്ല. നമുക്ക് നല്ല ചിന്തകളുണ്ടാകുമ്പോൾ ഇവിടെയാണ് തെറ്റിപ്പോയത്, ഇന്നതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ആ ബന്ധം നഷ്ടപ്പെട്ടത്, ഇങ്ങനെയാണ് അതിലേക്ക് യഥാസ്ഥാനപ്പെടേണ്ടത്, ഇവിടെയാണ് നിൻ്റെ വഴിമാറിപ്പോയത്, ഈ നിലയിൽ നിന്ന് തിരിഞ്ഞു പോകണം, മുമ്പോട്ട് ഈ നിലയിൽ ചെയ്തു വരികയല്ല വേണ്ട, മുമ്പോട്ട് ഇങ്ങനെ പോകണം. ഈ സുബോധം വരുന്ന സമയത്ത് പലപ്പോഴും ആ നല്ല അറിവ് അതിൽ തന്നെ ഒരു ലക്ഷ്യമായി തീർന്ന ശേഷം നാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു, നമുക്കുണ്ടായ അനുഭവം, നമുക്കുണ്ടായ ഉൾക്കാഴ്ച, നാം മറ്റുള്ളവരോടും പറയുന്നു, സാക്ഷിക്കുന്നു, പ്രസംഗിക്കുന്നു. ബട്ട് വി ഡോണ്ട് ബ്രിങ് ഇറ്റ് ടു ആക്ഷൻ. അത് നാം ഒരു പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. അതെ, ഈ ധൂർത്തപുത്രൻ തനിക്കുണ്ടായ ദിവ്യബോധമനുസരിച്ച് താനൊരു പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനമെടുത്തു. ഐ ആം ഗോയിങ് ടു റൈസ് അപ്പ് ആൻഡ് ഗോ. അവൻ എഴുന്നേറ്റ് പോകുവാനായിട്ട് തീരുമാനിച്ചു. ബ്രിങ് യുവർ കൺവിക്ഷൻസ് ടു ആക്ഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ബോധ്യങ്ങൾ, അനുദപിക്കുവാനായിട്ട് തരുന്ന അവസരങ്ങൾ, അനുതാപത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം ദൈവിക ബോധത്തിൽ അനുസരിക്കുക. വചനം നമ്മോട് പറയുന്ന കാര്യം പരിശുദ്ധാത്മ ബോധ്യപ്പെടുമ്പോൾ അനുസരിക്കുക. യു അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈ ഇറ്റ്. ദൈവം നമുക്ക് തരുന്ന പരിജ്ഞാനം, അറിവ്, അത് പ്രയോഗതലത്തേക്ക് കൊണ്ടുവരിക. ബി എ പ്രാക്ടീസിങ് ക്രിസ്ത്യൻ. പ്രായോഗിക തലത്തിൽ അതിനെ കൊണ്ടുവരിക. ടേക്ക് ദാറ്റ് വൈറ്റൽ സ്റ്റെപ്പ്. പലപ്പോഴും പല ചുവടുകൾ വെച്ച ശേഷം പരിശുദ്ധാത്മാവിന് ആ ഒടുവിലത്തെ പടിയിലേക്ക് പലപ്പോഴും നിങ്ങളെ കൊണ്ടുവരാൻ കഴിയത്തില്ല. ടേക്കിംഗ് യുവർ സ്റ്റെപ്സ് ഇൻ ടു ആക്ഷൻ. നിങ്ങളുടെ കാലിനെ അനുസരണത്തിനൊരു നടപടിയിലേക്ക്, വിനയത്തിൻ്റെ ഒരു നടപടിയിലേക്ക്, യഥാസ്ഥാനത്തിൻ്റെ ഒരു നടപടിയിലേക്ക്, അനുസരണത്തിൻ്റെ ഒരു കാൽവയ്പിലേക്ക്. ഡു ഇറ്റ്. അതെ, ആ ധൂർത്തപുത്രൻ തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നടപടി ചെയ്യുവാനായിട്ടിടയായി. ശ്രദ്ധിക്കുക, അനുഗ്രഹം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. ബട്ട് ഗോഡ് ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഫൈനൽ സ്റ്റെപ്പ്. നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട കാൽ ചുവടെടുക്കുവാൻ ദൈവം കാത്തിരിക്കുകയാണ്. പ്രാർത്ഥനയില്ലാത്തതിൻ്റെ പരിഹാരമാണ് ഒറ്റമൂലിയാണെന്ന് പറയാറുണ്ട്. ചിലർ സദാ ഉപവസിക്കുന്നു, സദാ പ്രാർത്ഥിക്കുന്നു, ദിവസത്തോളം കാത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തോട് ഏകീഭവിപ്പിച്ച് ദൈവത്തിൻ്റെ ചിന്ത നിങ്ങളെ കൊണ്ടുവരേണ്ടതിനായിട്ട്. പ്രയർ ഈസ് ടു ട്യൂൺ യുവർ ഹാർട്ട് ഗോഡ്സ് വിൽ. നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ചിന്തയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനുള്ളൊരു ഉപാധിയാണ് പ്രാർത്ഥന. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ എടുക്കേണ്ട നടപടികൾ എടുക്കണം. അതെ, അർത്ഥവത്തായിട്ട് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ദൈവം നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഹൃദയം ദൈവികമായിരിക്കുന്ന ആലോചനയ്ക്ക് തുറന്ന് വാക്ക് ഇൻ ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഹിതത്തിൽ നിങ്ങൾ നടക്കുക. വിത്ത് യുവർ ഡെലിബറേറ്റ് സ്റ്റെപ്സ്. ബോധപൂർവമായിരിക്കുന്ന നിങ്ങളുടെ കാൽച്ചുവടുകളുമായിട്ട് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക. ശ്രദ്ധിക്കുക, പലപ്പോഴും ദൈവം നിൽക്കുന്ന ആ ബോധ്യങ്ങൾ അർത്ഥവത്തായിരിക്കുന്ന ഒരു പടിയിൽ കൂടി എടുത്ത ശേഷം ഹിയർ ഐ കം ലോർഡ്, വാട്ട് ബി ദ കോസ്. അതിൻ്റെ വില എന്തായിരുന്നാലും ചിലവെന്തായിരുന്നാലും അതേ കർത്താവെ ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ ചെയ്യാൻ പോകുന്നു, ഞാൻ തിരുത്തുവാൻ പോകുന്നു, ഞാൻ കടന്നുപോയി അനുസരിക്കാനായിട്ട് പോകുന്നു, ഞാനിത് വിട്ടുകളയുവാൻ തീരുമാനിക്കുന്നു. ടേക്ക് ദാറ്റ് വൈറ്റൽ സ്റ്റെപ്പ്. നിർണായകമായിരിക്കുന്ന കാൽച്ചുവട് നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിക്കുക, നിങ്ങളുടെ ഇച്ഛയെ ഏൽപ്പിക്കുക, ദൈവത്തിൽ അർത്ഥപൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ഒരിക്കൽ കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ആ വിലയേറിയ നിർണയം നിങ്ങൾ എടുത്തവരാണ്. കഴിഞ്ഞ കാലത്ത് അനേക നിലയിൽ ബോധപൂർവമായിരിക്കുന്ന നിലയിൽ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് നിങ്ങൾ അർത്ഥപൂർണ്ണമായിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നിങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ ആത്മീയ ജീവിതം ഉന്നതമായിരിക്കുന്ന അവസ്ഥയിലെത്തുമായിരുന്നു. അതിൻ്റെ ശോഷിച്ചിരിക്കുന്ന അവസ്ഥയുടെ കാര്യം നിങ്ങളിപ്പോഴും ചിന്താ, ഭാവന, വൈകാരികതയുടെ തലത്തിൽ മാത്രം നിൽക്കുന്നു. ആശയത്തിൻ്റെ ഒരു തലത്തിൽ നിൽക്കുന്നു. നിങ്ങളുടെ ഇച്ഛാതലത്തിൽ ബോധപൂർവമായിരിക്കുന്ന തിരഞ്ഞെടുപ്പിലേക്കും നിർണായ കാൽവയ്പിലേക്കും നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഡു ദാറ്റ് ആൻഡ് ബി ബ്ലസ്ഡ്. അത് ചെയ്ത് അനുഗ്രഹിക്കപ്പെടുക. ഈ ലക്ഷ്യത്തിൽ എന്നോട് കൂടി ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക.